വേദിയിലുള്ള പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് സുഭാഷ് ചന്ദ്രബോസ്, ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് എ പ്രഭാകരൻ, ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് നിതിൻ കണിച്ചേരി, സഖാവ് പ്രദോഷ് ഉൾപ്പെടെ വേദിയിലുള്ള പാർട്ടി നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സഖാവ് ജയകൃഷ്ണൻ ചന്ദ്രൻ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ആ രണ്ട് സഖാക്കളെയും അനുസ്മരിച്ചുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. സഖാവ് ജയകൃഷ്ണൻ 27 കൊല്ലം മുമ്പാണ് രണ്ടുപേരും, സഖാവ് ജയകൃഷ്ണനും ചന്ദ്രനും, കൊല ചെയ്യപ്പെടുന്നത്. ഇവിടെ കൃഷ്ണൻകുട്ടിയേട്ടൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സംഘർഷത്തിലോ സംഘടനത്തിലോ അല്ല അവർ കൊല്ലപ്പെടുന്നത്. സഖാവ് ജയകൃഷ്ണൻ അതിനു മുമ്പും ഏതെങ്കിലും സംഘർഷത്തിൽ ഉൾപ്പെട്ടയാളല്ല. എല്ലാവരുമായും സൗഹൃദം പുലർത്തുന്ന, നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ട പൊതുപ്രവർത്തകനാണ്. ഒരു കേസിലും അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ള ആളായിരുന്നില്ല. എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നിശ്ചയിച്ചുറപ്പിച്ച് പിന്തുടർന്ന് വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന സഖാവ് ജയകൃഷ്ണനെയും പനങ്ങാട്ടിരിയിലെ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന ചന്ദ്രനെയും കോൺഗ്രസ് ഗുണ്ടകളാണ് കൊലപ്പെടുത്തിയത്. ഞാൻ ആ ദിവസം ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ സഖാക്കളോട് എത്ര വേഗമാണ് കാലം പോയത് എന്ന്. ഞാനന്ന് SFIയുടെ ജില്ലാ സെക്രട്ടറിയാണ് 1994. ഈ വിവരം അറിഞ്ഞ് രാത്രി ഞങ്ങളെല്ലാവരും കൂടി SFIയുടെ ജില്ലാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന 2-3 സഖാക്കളെല്ലാം കൂടി രാത്രി ഒരു വണ്ടിയെടുത്ത് നെന്മാറയിൽ പോയത്. ആ സംഘർഷ നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ആശുപത്രി ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം ഈ രണ്ട് സഖാക്കളുടെയും അത് കണ്ടതെല്ലാം ഇപ്പോൾ ഓർക്കുകയാണ്. 27 വർഷം ഇന്ന് തികയുകയാണ് ആ അരും കൊലയ്ക്ക്. ഇങ്ങനെ എത്ര പേരെയാണ് ഒരു ഭാഗത്ത് കോൺഗ്രസും ഒരു ഭാഗത്ത് RSSും ഇല്ലാതാക്കിയിട്ടുള്ളത്. സഖാവ് ജയകൃഷ്ണനെ പോലെ നാട്ടിൽ എല്ലാവർക്കും പ്രിയങ്കരായിരുന്ന എത്ര സഖാക്കളെയാണ് ഒരു പ്രകോപനവുമില്ലാതെ കമ്മ്യൂണിസ്റ്റുകാരനായി പോയി എന്നതിന്റെ പേരിലുള്ള ശത്രുത മാത്രം വെച്ച് ഉന്മൂലനം ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നോക്കൂ, എന്താണ് ആക്ഷേപം? ആക്ഷേപം CPIM-നെതിരാണ്. CPIM-നെ കുറിച്ചാണ് എക്കാലത്തും അക്രമം എന്ന് ആക്ഷേപിക്കുക. ഏറ്റവും കൂടുതൽ അക്രമത്തിനിരയായ പാർട്ടി, ആക്രമണത്തിനിരയായി ഏറ്റവും കൂടുതൽ സഖാക്കളെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന പാർട്ടി CPIM ആണ്. ആ സത്യം മൂടിവെച്ചുകൊണ്ട് CPIM-നെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് എതിരാളികളും മാധ്യമങ്ങളും ശ്രമിക്കാറുള്ളത്. കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയിൽ നോക്കൂ നിങ്ങൾ, എത്ര CPIM-ന്റെ പ്രവർത്തകരെ, നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഇനിയും എത്രയോ കാലം ജീവിച്ചിരിക്കേണ്ട ആളുകൾ. ഇപ്പൊ ജയകൃഷ്ണന്റെ സഖാവിന്റെ കാര്യം തന്നെ ഇവിടെ പറഞ്ഞു. 41 വയസ്സാണ് മരിക്കുന്നത്. 41 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര കാലം ജീവിച്ചിരിക്കേണ്ടത്? 2 കൊച്ചു കുട്ടികളായിരുന്നു. രണ്ട് ചെറിയ കുട്ടികൾ. അപ്പോഴാണ്, അത്രയും ചെറിയ പ്രായത്തിലാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത്. ഇപ്പൊ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് 30 വയസ്സ് തികയാത്ത 2 ചെറുപ്പക്കാരെ അല്ലേ കോൺഗ്രസുകാർ വെട്ടിക്കൊലപ്പെടുത്തിയത്? കാസർഗോട്ട് അതുപോലൊരു ചെറുപ്പക്കാരനെ അല്ലേ ലീഗുകാർ കൊലപ്പെടുത്തിയത്? ഇങ്ങനെ എത്ര പേരെയാണ് ഈ അടുത്ത കാലത്തും എതിരാളികൾ ഉന്മൂലനം ചെയ്തിട്ടുള്ളത്? എന്തിനാണ് ഇത് ചെയ്യുന്നത്? CPIM-നെ തകർക്കാൻ വേണ്ടിയാണ്. കൊന്നും കൊലവിളിച്ചും ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ഈ പ്രസ്ഥാനത്തെ തകർക്കാനാണ്
നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടും ഈ പ്രസ്ഥാനം കൂടുതൽ കരുത്താർജിക്കുകയും കൂടുതൽ ശക്തിപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. ചുവരിലേക്ക് ആഞ്ഞെറിയുന്ന റബ്ബർ പന്ത് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുന്നത് പോലെ ഓരോ തവണ അടിച്ചമർത്താൻ കൊന്നു തള്ളാൻ ശ്രമിക്കുമ്പോഴും കൂടുതൽ കരുത്തോടുകൂടി ചെങ്കൊടി ഉയർത്തിപ്പിടിക്കുകയാണ് പിന്നാലെ വരുന്ന ആളുകൾ. നമ്മൾ സാധാരണ വിളിക്കുന്ന മുദ്രാവാക്യമുണ്ട്, ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു, ഉയരുന്നു അവർ പടരുന്നു നാടാകെ എന്നാണ്. അത് വെറും മുദ്രാവാക്യമല്ല എന്ന് തെളിയിക്കുന്നതാണ് സഖാവ് ജയകൃഷ്ണനെ അനുസ്മരിക്കാൻ 4 നൂറ്റാണ്ടിന് ശേഷം ഇവിടെ ഇത്രയും ആളുകൾ ഒത്തുകൂടിയിട്ടുള്ളത്. സഖാവ് ജയകൃഷ്ണന്റെ ചോരയിൽ നിന്ന് 1000 പേർ ചെങ്കൊടിയുമായിട്ട് ഉയർന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ധാരാളം ചെറുപ്പക്കാരുണ്ട്. അവരിൽ പലർക്കും ജയകൃഷ്ണനെ കണ്ട ഓർമ്മ പോലും ഉണ്ടാവില്ല, ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം മരിച്ച ശേഷം ജനിച്ചവരുണ്ട് ഇവിടെ. അദ്ദേഹം മരിക്കുമ്പോൾ വളരെ കൊച്ചുകുട്ടികളായിരുന്ന ആളുകളുണ്ടാവും. എന്നിട്ടും നിങ്ങളെല്ലാവരും ഇവിടെ സഖാവിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഒരുമിച്ച് ചേരുകയാണ്. രക്തസാക്ഷിക്ക് മരണമില്ല എന്ന് നാം വിളിക്കുന്ന മുദ്രാവാക്യം വെറും വാക്കല്ല എന്നും രക്തസാക്ഷി നമ്മളിലൂടെ ജീവിക്കുന്നു എന്നതിന്റെയും തെളിവാണ് ഈ അനുസ്മരണ യോഗത്തിന് സ്ത്രീകളും പുരുഷന്മാരും അമ്മമാരും സഹോദരന്മാരും എല്ലാം അടങ്ങുന്ന നൂറുകണക്കിന് ആളുകൾ ഒരുമിക്കുന്നത്. നിങ്ങളിലൂടെയാണ് സഖാവ് ജയകൃഷ്ണന്റെ ഓർമ്മ ജീവിക്കുന്നത്, ഓരോ രക്തസാക്ഷിയും ജീവിക്കുന്നത്. കൊന്നിട്ടും മരിക്കാതെ ഓർമ്മകളിലൂടെ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് നാം പറയുന്നത്, കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല. എതിരാളികൾക്ക് നമ്മളെ കൊല്ലാം, കൊന്നതുകൊണ്ട് ഒരാൾ ഇല്ലാതാവും എന്നേ ഉള്ളൂ. ആ ആൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം, ആ ആൾ ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രം, ആ രക്തസാക്ഷി ഉയർത്തിപ്പിടിച്ച പതാക കൂടുതൽ ആളുകൾ ഏറ്റുവാങ്ങും. അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം. ഇന്ന് ഒരു ഭാഗത്ത് ഇതുപോലെ കായികമായിട്ട് ആക്രമിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ദുഷ്പ്രചരണത്തിലൂടെ, അപവാദ പ്രചരണങ്ങളിലൂടെ, പെരും കള്ളങ്ങൾ ആവർത്തിച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാനും ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തെയാകെ നശിപ്പിക്കാൻ ശ്രമം നടക്കുകയാണ്. എന്തെല്ലാം കള്ളക്കഥകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ. സഖാവ് ജയകൃഷ്ണന്റെ ഓർമ്മ പുതുക്കുന്നത് ഇത്തവണ ഒരു സവിശേഷമായിട്ടുള്ള സന്ദർഭത്തിലാണ്. ഒരു വലിയ രാഷ്ട്രീയ സമരത്തിന് കേരളം തയ്യാറെടുക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 മാസം തികച്ചില്ല. ഇന്ന് മാർച്ച് 7-ാം തീയതി. 29 ദിവസമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. ഈ 29 ദിവസം കേരളത്തിന്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ദിനങ്ങളാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതീവ നിർണായകമായ ഒരു രാഷ്ട്രീയ സമരത്തിന്റെ 29 ദിവസങ്ങളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ത്യയിൽ ഇന്ന് അധികാരത്തിലുള്ള ഏക ഇടതുപക്ഷ ഗവൺമെന്റ് ഈ കേരളത്തിലെ LDF സർക്കാരാണ്. ആ സർക്കാരിനെ ഇല്ലാതാക്കാൻ, അതുവഴി ഇന്ത്യയിലാകെ ഇടതുപക്ഷത്തെ കുഴിച്ചു മൂടാൻ വേണ്ടി വൻകിട മൂലധന ശക്തികളും വർഗീയ ശക്തികളും ഒരുമിച്ച് തങ്ങളുടെ സർവശക്തിയും എടുത്തുകൊണ്ട് പരിശ്രമിക്കുന്നതാണ് ഇന്ന് നാം കാണുന്നത്. എല്ലാ സന്നാഹങ്ങളും ഒരുക്കി, ചതിക്കുഴികൾ ഒരുക്കി, യുദ്ധസന്നാഹത്തോടെ കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ, അതുവഴി ഇന്ത്യയിലാകെ ഇടതുപക്ഷത്തെ കുഴിച്ചു മൂടാൻ അവർ അണിനിരന്നിരിക്കുകയാണ്. ഇപ്പോഴല്ല, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അതാണ് നടക്കുന്നത്. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ LDF സർക്കാരും ഇടതുപക്ഷമാകെയും ഇവരുടെ മുഴുവൻ ശത്രുവാകുന്നത്, കണ്ണിലെ കരടാവുന്നത്? എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ്. കാരണം എന്താണെന്നറിയോ? ഇങ്ങനെ ഭരിക്കാം എന്ന് തെളിയിച്ചൊരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്നതാണ് കാരണം.
മോദി ഭരിക്കുന്നത് പോലെയല്ല, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ ഭരിക്കുന്നത് പോലെയല്ല, ഇങ്ങനെയും ഭരിക്കാം എന്ന് തെളിയിച്ച് കാണിച്ചു കൊടുത്തു. അതിനാണ് ബദൽ നയം എന്ന് പറയാം. ബദൽ നയം അത് നടപ്പാക്കാൻ കഴിയും, വിജയകരമായി നടപ്പാക്കാൻ കഴിയും എന്ന് തെളിയിച്ചു. ബദൽ നയം എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. പച്ചയായിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? വാക്ക് പറഞ്ഞാൽ വാക്കാണ് എന്ന് തെളിയിച്ച ഗവൺമെന്റാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ LDF സർക്കാർ. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്തിരിക്കും, ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറഞ്ഞത് ചെയ്തിരിക്കും എന്ന് കേരളത്തിലെ LDF സർക്കാർ തെളിയിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉറപ്പാണ് LDF എന്ന്. ഉറപ്പാണ് LDF എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? LDF എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന് ഉറപ്പുള്ളവരാണ് എന്നാണ് അർത്ഥം. പറഞ്ഞതിന് ഉറപ്പുള്ളവരാണ് എന്ന് അഭിമാനത്തോടെ കേരളത്തിലെ LDFന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട്, ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ കഴിയും, വാക്കിന് ഉറപ്പുള്ളവരാണ് LDF എന്ന്. 4.5 കൊല്ലത്തെ 5 കൊല്ലത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. 5 കൊല്ലത്തെ അനുഭവമുണ്ട്. പ്രകടന പത്രിക എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ മുന്നണികളും ജനങ്ങളുടെ മുമ്പിൽ പ്രകടന പത്രിക വയ്ക്കും. ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടാവും, ഇല്ലേ? വാഗ്ദാനങ്ങളുടെ നീണ്ട ചരിത്രമുണ്ട്. കുറച്ച് പഴയ ആൾക്കാർക്ക് അറിയുണ്ടാവും കോൺഗ്രസ് നടത്തിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയെന്ന്. കോൺഗ്രസ് വാഗ്ദാനവും പ്രകടന പത്രികയും വായിച്ച് ഹിന്ദി പഠിച്ച ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഗരീബി ഹഠാവോ, ബേക്കാരി ഹഠാവോ, ഹിന്ദി പഠിച്ച്. പണ്ട് ഗൾഫിൽ പോയാലും ബോംബെ പോയാലും ഒക്കെയാണ് നാട്ടിൻ പുറത്ത് സ്കൂളിൽ പോകാത്ത ആൾക്കാരും തിരിച്ചു വരുമ്പോൾ ഹിന്ദി പറയും. പിന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വായിച്ചിട്ടാണ് ഗരീബി ഹഠാവോ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഇല്ലാതാക്കുക, ബേക്കാരി ഹഠാവോ എന്ന് പറഞ്ഞാൽ പറയുന്ന മുമ്പിൽ ഇരുന്നിട്ട് തൊഴിലില്ലായ്മ ഇല്ലാണ്ടാക്കുക, അല്ലെ? ഹിന്ദി പഠിച്ചു എന്നുള്ള ഗുണമല്ലാതെ പറഞ്ഞതൊന്നും അവർ പാലിച്ചിട്ടില്ല. പ്രകടന പത്രിക എന്ന് കേട്ടാൽ തന്നെ ആൾക്കാര് പരിഹസിക്കും, ചിരിക്കും. അത് ചിരിക്കാനുള്ളൊരു കാര്യമായിരുന്നു പ്രകടന പത്രിക. ആരും ഗൗരവമായിട്ട് എടുക്കില്ല. പ്രകടന പത്രിക പറഞ്ഞൊരു കാര്യം നടപ്പാക്കിയ ചരിത്രമില്ല, ജനങ്ങളൊട്ട് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് പറയും നാട്ടുകാർക്കും പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ ഇതൊരിക്കലും നടപ്പാക്കാത്ത കാര്യങ്ങളാണെന്നാണ്. അതൊരു ആചാരമാണ് എന്നാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത്. ഒരാചാരം അത്രേ പ്രകടന പത്രികയെ കുറിച്ച് കരുതിയിരുന്നുള്ളൂ. അത് പലരും പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ BJPയുടെ നേതാവായിരുന്ന ശ്രീധരൻപിള്ള ഇപ്പൊ ഗവർണറാണ്. ശ്രീധരൻപിള്ള പരസ്യമായിട്ട് പറഞ്ഞില്ലേ പ്രകടന പത്രികയിൽ എന്താ കാര്യം എന്നറിയോ? BJPക്കാർ പറഞ്ഞു 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50 രൂപയ്ക്ക് ഡീസലും കൊടുക്കുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് ഇപ്പൊ പത്രക്കാർ ചോദിച്ചു. അപ്പൊ ശ്രീധരൻപിള്ള പറഞ്ഞു പ്രകടന പത്രികയിൽ എന്തൊക്കെ കാര്യം പറയും, അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കും? ഇത് പ്രകടന പത്രികയിലും ഇവരെന്നെ പറഞ്ഞതേ, അതാരെങ്കിലും വിശ്വസിക്കും? ഭാഗ്യം ഞങ്ങൾ പറഞ്ഞത് പാലിച്ചില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചില്ല. കാരണം വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. 50 രൂപയ്ക്ക് കൊടുക്കുന്ന പറഞ്ഞു, എത്ര കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല. 1/2 ലിറ്ററിന് ഇപ്പൊ 50 രൂപ, എത്ര കൊടുക്കുന്നവര് പറഞ്ഞിട്ടില്ല. 1 ലിറ്ററിന് 100 രൂപ, അപ്പൊ 1/2 ലിറ്ററിന് 50 രൂപയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് ചോദിച്ചില്ല. പ്രകടന പത്രികയിൽ എന്തൊക്കെ പറയും, ആരെങ്കിലും നിങ്ങൾക്ക് പൊട്ടന്മാരാണത് വിശ്വസിക്കാന്ന് വെച്ച്. ഇത് സ്വന്തം പാർട്ടിയുടെ പ്രകടന പത്രികയെ കുറിച്ചാണ് BJPയുടെ നേതാവ് പറഞ്ഞത്. ആ നാട്ടിലാണ് പ്രകടന പത്രികയ്ക്ക് കാൽക്കാശിന്റെ വിശ്വാസ്യതയില്ല എന്ന് കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കൾ തുറന്ന് സമ്മതിക്കുന്ന നാട്ടിലാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ 600 കാര്യങ്ങൾ അടങ്ങിയ പ്രകടന പത്രിക മുന്നോട്ട് വെച്ചു. അതിൽ 570 നടപ്പിലാക്കി. SSLCക്ക് A+ കിട്ടാൻ എത്ര മാർക്ക് എന്നറിയോ? 90ആണ്. 90% മാർക്ക് കിട്ടിയാൽ A+ ആയി. എല്ലാ വിഷയത്തിനും 90% കിട്ടിയാൽ ഫുൾ A+ ആണ്. ഇവിടെ എത്രയെന്നറിയാം? 600ൽ 570 എന്ന് പറഞ്ഞാൽ കണക്കാക്കിക്കോ, 95ആണ്. എന്ന് പറഞ്ഞാൽ ഫുൾ A+ നേടിയ ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്നാണ് അതിനർത്ഥം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രകടന പത്രിക എന്നത് നടപ്പാക്കാനുള്ളതാണ് എന്ന് തെളിയിച്ചു. അപ്പോ LDF എന്ന് പറഞ്ഞാൽ പ്രകടന പത്രിക
നടപ്പാക്കും എന്ന ഉറപ്പാണ് LDF. അതാണ് ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കും എന്ന ഉറപ്പ്. 30 എണ്ണം ബാക്കിയുണ്ട്, അതും തുറന്നു പറഞ്ഞു. 30 എണ്ണം ബാക്കിയുണ്ട്. ഇത് 4.5 കൊല്ലം മുമ്പ്. ഇനി ഇപ്പൊ ഏറെക്കുറെ കുറച്ചെണ്ണം കൂടിയായിട്ടുണ്ടാവും. എല്ലാ കൊല്ലവും മുഖ്യമന്ത്രി ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, കുട്ടികളുടെ പ്രോഗ്രസ് കാർഡില്ലേ, കുട്ടികളുടെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടണം അല്ലെ, രക്ഷിതാക്കൾ ഒപ്പിടണം. അതുപോലെ മുഖ്യമന്ത്രി ഒരു പ്രോഗ്രസ് കാർഡ് ജനങ്ങളുടെ മുമ്പിൽ വെക്കും എല്ലാ കൊല്ലവും. എന്താണെന്നറിയോ, 600 കാര്യങ്ങളിൽ ഈ കൊല്ലം ഞങ്ങൾ ഇത്ര കാര്യം നടപ്പാക്കി. അടുത്ത കൊല്ലം വീണ്ടും ഒരു പ്രോഗ്രസ് കാർഡ് വെക്കും. എന്നിട്ട് പറഞ്ഞു ഈ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കി, ഇത്രയും കാര്യങ്ങൾ നടപ്പാക്കി. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടോ? അതാണ് LDF എന്ന് പറഞ്ഞാൽ. എന്തെല്ലാമായിരുന്നു പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ? ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല, കാരണം എല്ലാം നടപ്പാക്കിയ കാര്യങ്ങളല്ലേ. കഴിഞ്ഞ പ്രകടന പത്രികയിൽ LDF പറഞ്ഞു പെൻഷൻ ചുരുങ്ങിയത് 1000 രൂപയാക്കും. ഇന്ന് അധികാരമൊഴിയുമ്പോ അഭിമാനത്തോടു കൂടി LDFന് പറയാൻ കഴിയും 1000 അല്ല 1600 ആക്കിയിട്ടാണ് ഈ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. LDF എന്ന് പറഞ്ഞാൽ അതാണ്. 1600 ആക്കിയെന്ന് മാത്രമല്ല, പ്രകടന പത്രികയിൽ പറഞ്ഞു പെൻഷൻ വീട്ടിലെത്തിക്കും. സാമൂഹ്യക്ഷേമ പെൻഷൻ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പെൻഷൻ എത്രയായിരുന്നു? 600. അതെത്ര മാസത്തെ കൊടുക്കാൻ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്? 18 മാസത്തെ. ആ 18 മാസത്തെ കടം തീർത്തു കൊടുത്തു പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് മാത്രമല്ല, അത് പടിപടിയായി കൂട്ടി 1600 എത്തിച്ചു. എല്ലാ മാസവും വീട്ടിൽ വന്ന് വിളിച്ചുണർത്തി ഈ 1600 കൊടുക്കണം. ഇനി മുതൽ 1600, ഏപ്രിൽ മുതൽ ഇതുവരെ 1500 അല്ലേ? അതാണ്. അപ്പോ LDF എന്ന് പറഞ്ഞാൽ മാസാമാസം മുടങ്ങാതെ വീട്ടിൽ പെൻഷൻ എത്തും എന്ന ഉറപ്പാണ് LDF എന്ന് പറഞ്ഞാൽ. വെറുതെ അല്ല നമ്മൾ ഉറപ്പാണ് LDF എന്ന് പറയുന്നത്. എല്ലാ മാസവും മുടങ്ങാതെ, മുടക്കം കൂടാതെ വീട്ടിൽ പെൻഷൻ എത്തും എന്ന ഉറപ്പ്. അതാണ് LDF. നിങ്ങൾ നോക്കൂ, ഈ കൊറോണ കാലം വന്നു. കേന്ദ്ര ഗവൺമെന്റ് ആകെ 3 കൂട്ടർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർക്ക്, വിധവകൾ, വയോജനങ്ങൾ, പിന്നെ അംഗപരിമിതർ. എത്ര കൊടുക്കുന്നത്? 300 റുപ്യ ഒരു കൂട്ടർക്ക്, പിന്നെ 500 റുപ്യ. ഇതാണ് കൊടുക്കുന്നത്. അതിന്റെ 5 ഇരട്ടി ഇവിടെ കൊടുക്കാൻ. ചില്ലിക്കാശ് വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല ഈ കൊറോണ കാലത്ത്. പക്ഷെ പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില അടിക്കടി കൂട്ടിക്കൊണ്ട് ജനങ്ങളെ പിഴിയുകയും ചെയ്തു. ഇതാ 2 ഗവൺമെന്റ് തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് 2 സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. ഗ്യാസിന്റെ വില എത്ര കൂടിയ? എന്തായിരുന്നു മോദിയുടെ ഗവൺമെന്റ് പറഞ്ഞത്? മോദിയുടെ ഗവൺമെന്റ് പറഞ്ഞു പാചകവാതകത്തിന്റെ സബ്സിഡി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലെത്തും. അതിന് ബാങ്ക് അക്കൗണ്ട് വേണം കേട്ടോ. ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മോദി പറഞ്ഞു. അക്കൗണ്ട് ഉണ്ടോ സബ്സിഡി ബാങ്കിലെത്തും. ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോ അതിന് മുഴുവൻ വില കൊടുക്കേണ്ടി വരും. പക്ഷെ പേടിക്കണ്ട, സബ്സിഡി ബാങ്കിലെത്തും. ബാങ്കിലെത്തണമെങ്കിൽ അക്കൗണ്ട് വേണം. അക്കൗണ്ട് ഉണ്ടായാൽ മാത്രം പോരാ, ആധാർ കാർഡ് വേണം. ആധാർ കാർഡും അക്കൗണ്ടും മാത്രം ഉണ്ടായാൽ പോരാ, എന്ത് വേണം? അതിനെ മൊബൈൽ നമ്പറായിട്ട് ബന്ധിപ്പിക്കണം. മൊബൈൽ നമ്പറായിട്ട് മാത്രം ബന്ധിപ്പിച്ചാൽ പോരാ, എന്ത് വേണം? പാൻ കാർഡായിട്ടും ബന്ധിപ്പിക്കണം. ഇങ്ങനെ എല്ലാമായിട്ട് ബന്ധിപ്പിച്ചിരുന്നാൽ നിങ്ങൾ പേടിക്കണ്ട, എല്ലാ മാസവും സബ്സിഡി തുക ബാങ്കിലെത്തും. വല്ലത് അന്വേഷിക്കണ്ടോ? വല്ലത് അന്വേഷിക്കണ്ടോ? നിങ്ങളൊക്കെ 8 മാസമായി സബ്സിഡി ഉണ്ടോ? ഇങ്ങനെ പറ്റിച്ചൊരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുകയാണ്. രണ്ടും ഒരുപോലെയാണോ? 1600 റുപ്യ മാസം വീട്ടിൽ മുട്ടി വിളിച്ചു കൊണ്ട് കൊടുക്കുന്ന LDF സർക്കാരും നിങ്ങളുടെ സബ്സിഡി ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് സബ്സിഡി തന്നെ നമ്മൾ ആരും അറിയാതെ നിർത്തിക്കളഞ്ഞ മോദിയുടെ ഗവൺമെന്റും ഒരേപോലെയുള്ള ഗവൺമെന്റ് ആണോ? സബ്സിഡി ഇല്ല എന്ന് മാത്രമല്ല, വില അടിക്കടി കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. വില കൂട്ടിന്റെ കണക്കിനെടുക്കാൻ പറ്റില്ല, അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. 25 റുപ്യ കൂട്ടി, അതിന്റെ 50 റുപ്യ കൂട്ടി, പിന്നീട് 100 റുപ്യ കൂട്ടി, ഇല്ലേ? 5 മാസത്തിനിടയിൽ 500 റുപ്യ കൂട്ടി. ഇങ്ങനൊരു കൊല്ലലുണ്ടോ മനുഷ്യനെ?
കൊല്ലല്ലേ ചെയ്യുന്നത്, അടുപ്പിലെ തീ അണക്കിയല്ലേ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വല്ല വാർത്തയുമുണ്ടോ? കള്ളക്കഥകൾ ഇടതുപക്ഷത്തിനെതിരായി പൊലിപ്പിച്ച് എല്ലാ ദിവസവും എഴുതിക്കൊണ്ടിരിക്കുന്ന, അപവാദ കഥകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഇങ്ങനെ മനുഷ്യനെ കൊല്ലുന്നതിനെതിരെ ഇന്ധന വില കൂട്ടി, പാചകവാതകത്തിന്റെ വില കൂട്ടി, മനുഷ്യരെ ദ്രോഹിക്കുന്നതിനെതിരെ, അളവില്ലാത്ത ദ്രോഹം, അതിനെതിരായിട്ട് വല്ലതും പറയുന്നുണ്ടോ? ഞാൻ നോക്കിയ ഒരു ദിവസം എപ്പോഴാണെന്നറിയോ? ഡിസംബർ മാസത്തിൽ 100 രൂപ. അന്ന് ഞാൻ കൊറോണ പിടിച്ച് കിടക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയം, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ പേപ്പറൊക്കെ അരിച്ചു പെറുക്കി വായിക്കുക. 100 രൂപ വില കൂട്ടിയെന്ന് TV കണ്ടിരുന്നു. ഇങ്ങനെ അടിയിൽ എഴുതി കാണിക്കുന്നു, ചെറുതായിട്ട് എഴുതി കാണിക്കുന്നു. ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇങ്ങനെ വലിയ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അടിയിൽ കൂടെ ചെറുതായിട്ട് പാചകവാതകത്തിന് 100 രൂപ വില കൂട്ടിയിരിക്കുന്നു. പിറ്റേ ദിവസം പത്രം നോക്കി, മനോരമ പത്രം നോക്കിയപ്പോ ഒരാളുടെ കേൾക്കാൻ ദുഃഖമായിട്ട് നിൽക്കുന്നു. ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ, സിനിമാ നടി അനുഷ്ക ശർമ്മ, ഭർത്താവ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഞാനതില് ഈ പാചകവാതകത്തിന്റെ വില കൂട്ടിയ വാർത്ത നോക്കാൻ പോയി. 1-ാം പേജിൽ നിറവയറുമായി അനുഷ്ക ശർമ്മ തലകുത്തി നിൽക്കുന്ന, യോഗാഭ്യാസം ചെയ്യുന്ന ഫോട്ടോ. അതാണല്ലോ നാട്ടുകാരെന്ന് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, അല്ലെ? എന്നിട്ട് ചരമ പേജിന്റെ താഴത്ത് ഒറ്റക്കോളത്തിൽ പാചകവാതകത്തിന് 100 രൂപ വില കൂട്ടിയിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ മറച്ചു വെച്ചത് കൊണ്ട് ജനം മറക്കില്ലതൊന്നും. എന്താ നമ്മുടെ നാട്ടിൽ നാട് മുഴുവൻ പ്രചരിപ്പിച്ചത്? 6 കോടി ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുത്തു എന്നാണ്. ആളുകൾക്ക് തെറ്റിദ്ധരിച്ച് അവർക്ക് ഫ്രീ ആയിട്ട് ഗ്യാസ് കൊടുക്കുക എന്നാണ്. ഞാൻ വരാതെ തെറ്റിദ്ധരിച്ച്. ഞാൻ MBA ഇരിക്കുമ്പോ ഈ ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞ പരിപാടി, ഫ്രീ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നത്, അപ്പൊ ഉദ്ഘാടനം ചെയ്യാൻ സാറ് വരണം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ വീട്ടിൽ വന്ന് വിളിക്കാൻ. അപ്പൊ എന്റെ ധാരണ ഫ്രീ കൊടുക്കുക എന്നാണല്ലോ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ എന്നെപ്പോലെ ഒരാൾ പോലും ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കണം. അപ്പൊ സാധാരണക്കാരുടെ സ്ഥിതി എന്തായിരിക്കും? ഇത് ഫ്രീ എന്നല്ല വിചാരിക്കണം. ഞാൻ ചോദിച്ചു, നമ്മുടെ ജില്ലയിൽ ഇപ്പൊ എത്ര ആൾക്ക് ഫ്രീ കൊടുക്കുന്നുണ്ട്? അപ്പൊ അവര് ചെന്ത് ഗ്യാസ്. അപ്പൊ അവര് പറയണം, സാറേ ഗ്യാസ് അല്ല ഫ്രീ കൊടുക്കുന്നത്, ഓസാണ് ഫ്രീ കൊടുക്കുന്നത്. ഏതാ ഫ്രീ എന്നറിയോ? ഈ സിലിണ്ടറിൽ നിന്ന് സ്റ്റൗവിലേക്ക് പോകുന്ന ഒരു ഓസില്ലേ, പൈപ്പ്, അതിന് 150 രൂപ വില ഉണ്ട്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഫിറ്റിംഗ് ചാർജ് 150 രൂപ ഉണ്ട്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഡെമോൺസ്ട്രേഷൻ ചാർജ് 75 രൂപ ഉണ്ട്, അത് ഒഴിവാക്കി. എല്ലാം കൂടിയുള്ള സൗജന്യം 375 രൂപ. പക്ഷെ നാട്ടുകാർ മുഴുവൻ ധരിച്ചത് എന്താ? ഫ്രീ ആയിട്ട് ഗ്യാസ് കൊടുക്കുക, ഓസ് ഫ്രീ ആയി കൊടുത്ത് ഗ്യാസ് ഫ്രീ ആയി കൊടുക്കുക എന്ന് പ്രചരിപ്പിച്ച പ്രധാനമന്ത്രിയാണ് മോഡി. എന്നിട്ടോ അടിക്കടി വിലയും കൂട്ടി. കഴിഞ്ഞ 5 മാസത്തിനിടയിൽ മാത്രം കൂട്ടിയ വിലയിൽ നിന്ന് 50,000 കോടിയാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയത്. 7 കൊല്ലം കൊണ്ട് ഗ്യാസ് കണക്ഷൻ കൊടുത്തതിന് സർക്കാരിന് ചെലവ് 4,000 കോടി. അപ്പൊ 46,000 കോടി ലാഭം. ഈ മാജിക് നടത്തുന്ന ആൾക്കാരില്ലേ, അവരെ ആളെ പറ്റിക്കുന്നത് പോലെയാണ് മോഡി പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ എന്തൊരു കൈയടക്കാന്നറിയോ മോദിക്ക്? അങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആഴ്ചതോറും പാചകവാതകത്തിന്റെ വില കൂട്ടി വീട്ടിലെ അടുപ്പിലെ തീ അണയ്ക്കാൻ മോദി ഗവൺമെന്റ് പരിശ്രമിക്കുമ്പോ പിണറായി വിജയന്റെ ഗവൺമെന്റ്, LDF ഗവൺമെന്റ് ആ വീട്ടിലെ അടുപ്പിലെ തീ അണഞ്ഞു പോകാതിരിക്കാൻ മാസം റേഷൻ കിറ്റ് വീട്ടിലെത്തിച്ചു കൊടുത്ത ഗവൺമെന്റാണ്, അല്ലേ? ചിലർക്ക് പരിഹാസം, കിറ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ചില പ്രമാണിമാർക്ക് പരിഹാസം, BJP-ക്കാർക്കും കോൺഗ്രസുകാർക്കൊക്കെ പരിഹാസം. നിങ്ങൾ ഓർക്കണം ഏത് കാലത്താ കിറ്റ് കൊടുത്തെന്ന്. കൊറോണ മനുഷ്യായസ്സിൽ നിന്ന് 1 വർഷം വെട്ടി മാറ്റിയതുപോലെ കൊറോണയായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ലോകം മുഴുവൻ നിശ്ചലമായി, ആളുകൾക്ക് പണിയില്ല, വരുമാനമില്ല, കൂലിയില്ല, എങ്ങനെ ജീവിക്കണമെന്നറിയില്ല. ആ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഒരാളും പട്ടിണി കിടക്കില്ല എന്നുറപ്പാക്കണം, അത് ഈ സർക്കാർ ഉറപ്പാക്കും. പട്ടിണി കിടന്നുയർന്നു വന്നവനെ വിശപ്പിന്റെ വിലയറിയൂ. പിണറായി വിജയൻ പറഞ്ഞു, കേരളത്തിൽ ഒരാളും പട്ടിണി കിടക്കില്ല എന്ന് ഈ സർക്കാർ ഉറപ്പാക്കും. അത് വെറും വാക്കായിരുന്നില്ല. എന്ത് ചെയ്തു? കമ്മ്യൂണിറ്റി കിച്ചൺ നാട് മുഴുവൻ. ഇവിടെ ഉണ്ടായില്ലേ, പെരുവമ്പിൽ ഉണ്ടായില്ലേ കമ്മ്യൂണിറ്റി കിച്ചൺ? ഒരാളും പട്ടിണി കിടക്കാതിരിക്കാൻ കമ്മ്യൂണിറ്റി കിച്ചൺ. ഏതാനും മാസങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചൺ. അത് നിർത്തിയപ്പോഴോ പിന്നെ വീട്ടിൽ കിറ്റ് എത്തിച്ചു, ഇല്ലേ? പട്ടിണി കിടക്കാതിരിക്കാനാണ്. അതാണ് സംവിധായകൻ, സിനിമാ സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞത്. വയനാട്ടിൽ ചെന്നപ്പോ ആദിവാസികൾ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ പട്ടിണി കിട്ടിട്ടില്ല,
ഞങ്ങളെ ഒന്നും ഈ സർക്കാർ പട്ടിണിക്കിട്ടിട്ടില്ല, പണിയുണ്ടായില്ല, കൂലിയുണ്ടായില്ല. പക്ഷേ മാസം 1600 പെൻഷൻ, രണ്ടാള് വീട്ടിലുണ്ടെങ്കിൽ 3200 പെൻഷൻ കിട്ടുന്ന രണ്ടാളുണ്ടെങ്കിൽ 3200 റുപ്യ, പിന്നെ കിറ്റ്, പട്ടിണി കിടക്കാതെ ജീവിക്കാം എന്ന് ഉറപ്പുവരുത്തി. അതാണോ ഇന്ത്യയിലാകെ ഉണ്ടായത്? നിങ്ങൾ ടെലിവിഷനിൽ കണ്ടോ? ലക്ഷക്കണക്കിന് ആളുകൾ, കുടിയേറ്റ തൊഴിലാളികൾ പണിയില്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ, തിരിച്ച് അവരവന്റെ നാട്ടിലെത്താൻ ഒരു ഗതിയുമില്ലാതെ, ഒരു വെയിലിൽ നടു റോഡിലൂടെ കൂട്ടത്തോട് അഭയാർത്ഥികളെ പോലെ നടന്നു നീങ്ങുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ ടിവിയില്? കേരളത്തിൽ അതുണ്ടായോ? ഉണ്ടായില്ല. ആ നടന്ന് പോകുന്നതിനിടയിൽ നൂറുകണക്കിന് ആളുകൾ വഴിയിൽ വീണ് മരിച്ചില്ലേ? റെയിൽവേ ട്രാക്കിൽ തീവണ്ടി കയറി മരിച്ചില്ലേ? വെള്ളം കിട്ടാതെ തീവണ്ടിയിൽ കിടന്ന് പടഞ്ഞു മരിച്ചില്ലേ? കേരളത്തിൽ ഒരു അനുഭവം അത്തരത്തിലുള്ളത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അപ്പൊ LDF എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരാളും വിശന്നുറങ്ങേണ്ടി വരില്ല, ഒരാളും പട്ടിണി കിടക്കില്ല എന്ന ഉറപ്പാണ് LDF എന്ന് പറയുന്നത്. അതാണ്, വെറുതെ വാക്ക് പറയല്ല, ആ ഉറപ്പാണ് LDF. ഏത് കാര്യമാണ് സർക്കാർ പറഞ്ഞത് ചെയ്യാതിരുന്നത്? കൊറോണ വന്നു. ഇവിടൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ പ്രഭാരേട്ടന് വന്നു, പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല. ആസ്പത്രിയിൽ പോയിട്ട് അതിൻ്റെ ഒരു സുഖം എന്താണെന്ന് അറിയാനുള്ള അവസരം ഉണ്ടായില്ല. ഞാൻ 10 ദിവസം ആസ്പത്രിയിൽ കിടന്ന വെറും കിടപ്പല്ലാട്ടോ, മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടിട്ട് 24 മണിക്കൂർ ഇടം വലം ചെയ്യാൻ പറ്റാത്ത ഒരു കിടപ്പായി 10 ദിവസം കിടന്നു. ഓക്സിജനില്ലേ, ശ്വാസം മുട്ടാണ്, ശ്വാസം കിട്ടാതെ കിടക്കാണ്. അതിനു മുമ്പ് ഞാൻ ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്, സർക്കാർ ഒപ്പമുണ്ട് അല്ലെ, ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെയും ചിലപ്പോൾ കഴിഞ്ഞോണമെന്ന് പ്രസംഗിച്ചിട്ടുണ്ടാവും. അതങ്ങനെ പ്രസംഗിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലായത് എപ്പോഴും അറിയാം, ശ്വാസം കിട്ടാതെ കിടന്ന കിടപ്പിലാണ് മനസ്സിലായത് സർക്കാർ ഒപ്പമുണ്ട് എന്ന്. 10 ദിവസം ആസ്പത്രി കിടന്ന് എനിക്ക് കൊറോണ മാത്രമല്ല, കൂടെ എന്താ വന്നെന്നറിയോ? ന്യൂമോണിയയും വന്നു. ന്യൂമോണിയയും കൊറോണയും കൂടി ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ മാരകമായ കോമ്പിനേഷനാണ്. എന്ത് സംഭവിക്കാം? ഞാനിങ്ങനെ മറുകരയിലെത്തില്ല, അതിനടുത്ത് കൂടെ ഒക്കെ പോയിട്ടുണ്ട് വന്നു. അപ്പോ മാരകമായ കോമ്പിനേഷനാണ്. ഏതുപോലെ? നരേന്ദ്രമോദി അമിത്ഷാ എന്ന് പറയുന്ന പോലെയാണ് കൊറോണയും ന്യൂമോണിയ ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ന്യൂമോണിയക്കുള്ള മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം, കാരണം APL ആണ്. BPLർക്ക് പുറത്തുനിന്ന് വാങ്ങണ്ട, അവിടെ കിട്ടും. മറ്റു നമ്മൾ വാങ്ങണം, കാശ് കൊടുത്ത് വാങ്ങണം. ആകെ വന്ന ചെലവെത്രയെന്നറിയോ? 17,000 റുപ്യ. അതിത് ഈ മരുന്ന് വാങ്ങേണ്ടി വന്നോണ്ട് 17,000 റുപ്യ. ആസ്പത്രി കിടന്നപ്പോൾ ഉള്ള സ്ഥിതി എന്താണെന്നറിയോ? എന്തൊരു ഭാഗ്യം എന്താന്ന് വെച്ചാൽ, സാധാരണ പലർക്കും ഈ രുചി പോവും. എന്റെ ഭാഗ്യത്തിന് രുചി പോയില്ല. ശ്വാസം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ, വായ്ക്ക് രുചിയൊന്നും പോയില്ല. അപ്പൊ രാവിലെ 5:30 മണിക്ക് ചായ വരും, 7:30 മണിയാവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വരും. ആദ്യത്തെ ദിവസം ഇഡ്ഡലി, രണ്ടാമത്തെ ദിവസം പുട്ട്, മൂന്നാമത്തെ ദിവസം വെള്ളപ്പം, നാലാമത്തെ ദിവസം ദോശ, പിന്നെ വീണ്ടും ഇഡ്ഡലി, പുട്ട്, ദോശ. ഭയങ്കര വെറൈറ്റിയാണ്. കോഴിമുട്ട പുഴുങ്ങിയത്, പച്ചക്കറി കറി, അതെല്ലാം കഴിച്ച് ഒന്ന് വിശ്രമിക്കുമ്പോഴേക്കും 11 മണിന്റെ ചായ വരും. ഒരു ദിവസം ചായക്ക് റസ്ക്, അടുത്ത ദിവസം ബ്രെഡ്, മൂന്നാമത്തെ ദിവസം മുട്ട പുഴുങ്ങിയത്, നാലാമത്തെ ദിവസം നേന്ത്രപ്പഴം പുഴുങ്ങിയത്. ഇങ്ങനെ വന്ന് മാറിക്കൊണ്ടേയിരിക്കും. ഉച്ചയ്ക്ക് 12:30 എന്നുണ്ടെങ്കിൽ കുടുംബശ്രീക്കാരുടെ ചോറ് വരും, പൊതി. എന്റെ വീട് ആസ്പത്രിയുടെ അടുത്താണല്ലോ. 1-2 ദിവസം ഇതിനെ കൊണ്ടുവന്നു ഭക്ഷണം. പിന്നെ ഞാൻ പറഞ്ഞു, വേണ്ട, ഇതിനൊക്കെ നല്ല ഭക്ഷണം ഇവിടെ കിട്ടണം. അത് കഴിഞ്ഞ് വൈകുന്നേരം കൃത്യം 4 മണിയായ വീണ്ടും ചായ, പലഹാരം. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇത് കഴിക്കണമെങ്കിൽ ഈ സാധനം വരണം. അതേ ഊരിയേക്കാൻ പറ്റില്ല, ശ്വാസം മുട്ടല. അതാണ് സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം. ഇപ്പതാ നമുക്ക് പരിചയമുള്ള 2 ആൾക്കാർ ആസ്പത്രി കിടന്നു. ആദ്യത്തെ 2 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, പിന്നെ അവർ പറഞ്ഞു വേണമെന്നില്ല, എന്റെ വീട്ടിലെ ഭക്ഷണം അത്ര മോശമായിട്ടല്ല കേട്ടോ, അതിനേക്കാൾ നല്ല ഭക്ഷണം അവിടെ കിട്ടണോണ്ടാണ്. നല്ല ഭക്ഷണം ഇവിടെ കിട്ടുന്നുണ്ട്. എനിക്ക് നല്ല പരിചയമുള്ള ഒരു RSS BJP-ക്കാരൻ പിണറായി വിജയനെ കുറ്റേ പറയൂ.
വാട്സപ്പിൽ അങ്ങനെ ഉണ്ട്. BJP-ക്കാരുടെ പ്രധാന വിളയാട്ട ഭൂമിയാണ് ഇത്. വാട്സപ്പ്, കല്ലുവെച്ച നുണകൾ, അപവാദങ്ങൾ, അസഭ്യം, ഇതൊക്കെ വാട്സപ്പിൽ ഇടതുപക്ഷത്തിനെതിരായി പറയും. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വിദ്വാൻ കൊറോണയെ പിടിച്ചു, ജില്ലാസ്പത്രിയിൽ നിന്ന് വന്നു കിടന്നു. ആസ്പത്രിയിലും കിടന്നോടുകൂടി ഉണ്ടല്ലോ. ഇത്രയും കാലം പിണറായി വിജയനെ കുറ്റം പറഞ്ഞ ഇയാൾ പറഞ്ഞു, പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ആളൊരു മഹാനാണ്. ഏത് മുട്ടയും പാലൊക്കെ കൂടി കഴിച്ചിട്ട് അതാണ് 3 നേരം മൃഷ്ടാന്നം ഭക്ഷണം കിട്ടിയപ്പോൾ പിന്നെ വാട്സപ്പിൽ എഴുതാൻ കൈ പൊങ്ങുന്നില്ല. ഇതല്ലേ അനുഭവം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ ആശുപത്രി കിടന്നിട്ടുള്ള അനുഭവം ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഇന്ത്യയുടെ നാനാഭാഗത്ത് നിന്ന് പരിചയക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ അനുഭവം എന്നെ വിളിച്ചു പറഞ്ഞു. ബോംബെ എന്നൊരാള് എന്നെ പോലെ 10 ദിവസം ആസ്പത്രി കിടന്ന ഒരാള് ആസ്പത്രി ബില്ല് എനിക്ക് ഫോട്ടോ വാട്സാപ്പിൽ അയച്ചിരുന്നു. എത്ര? 8,13,000. എനിക്ക് വന്ന് 17,000. എന്താ കാരണം അറിയോ? അവിടെ സർക്കാർ ഒപ്പമില്ല, ഇവിടെ സർക്കാർ ഒപ്പമുണ്ട്. അതാണ് വ്യത്യാസം. 6 ദിവസം ആസ്പത്രി കിടന്ന ഒരാള് 4.25 ലക്ഷം വന്നു. 14 ദിവസം ഡൽഹിയിൽ ആശുപത്രി കിടന്ന ഒരാളുടെ കാര്യം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു. വന്ന ബില്ല് എത്രയെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 40 ലക്ഷം. അത് ചെലവാക്കിയിട്ട് തിരിച്ചു വരുന്നൊരു ഉറപ്പില്ല. ഈ തിരിച്ചു വന്നു തന്നെ കരുതാ. പിന്നെ ജീവിച്ചിട്ട് വല്ല കാര്യമില്ല. പിന്നെ ജീവിക്കുന്നത് ഈ കടം വീട്ടാനല്ലേ. എന്താ കാരണം അറിയോ? സർക്കാർ ഒപ്പമില്ല, ഇവിടെ സർക്കാർ ഒപ്പമുണ്ട്. ലോകത്ത് 4 രാജ്യങ്ങളിലാണ് കോവിഡ് ടെസ്റ്റും ചികിത്സയും സൗജന്യമായിരുന്നത്. ആ 4 രാജ്യങ്ങളുടെ പേര് വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. ചൈന, വിയറ്റ്നാം, ക്യൂബ, ലാവോസ്. പിന്നെ ഒരു സ്ഥലത്ത് കോവിഡ് ടെസ്റ്റും ചികിത്സയും സൗജന്യമായിട്ടുള്ളൂ. അത് കേരളത്തിലാണ്. ഇന്ത്യയിൽ വേറൊരിടത്തുമില്ല, ലോകത്ത് വേറൊരിടത്തുമില്ല. എത്ര തവണ ടെസ്റ്റ് ചെയ്യാം അല്ലെ? എത്ര വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. 10 ദിവസം കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ്, 14-ാമത്തെ ദിവസം പിന്നെയും ടെസ്റ്റ്. ഇഷ്ടംപോലെ സംശയം തോന്നി അപ്പൊ പോയി ടെസ്റ്റ് ചെയ്യാം. ആകെ മൂക്കിൽ തരുന്നതിന്റെ അസ്വസ്ഥത ഉണ്ടാവുന്നു മാത്രമേ. അപ്പോ സൗജന്യമായിട്ടുള്ള ടെസ്റ്റാണ്. ഈ മഹാമാരി വന്ന് മനുഷ്യരതിനെ നേരിടാൻ കഴിയാത്ത, അതിന്റെ ചെലവ് താങ്ങാൻ കഴിയാത്ത സ്ഥിതിയിൽ ലോകത്താകെ ആളുകൾ നിൽക്കുമ്പോഴാണ് കേരളത്തിലെ ആളുകൾ വന്നു പോയതറിഞ്ഞോ? പട്ടിണി ഉണ്ടായില്ല, ചികിത്സയുടെ ചെലവ് പ്രശ്നമായില്ല. എങ്ങനെ നടന്നത്? 100 വയസ്സുള്ള ആള്, 90 വയസ്സുള്ള ആള്, 80 വയസ്സുള്ള ആള് എല്ലാം കോവിഡിനെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ച് നടന്ന് കയറുന്ന കാഴ്ച ഈ കേരളത്തിൽ നിന്നുണ്ടായില്ലേ? അപ്പൊ LDF എന്ന് പറഞ്ഞാൽ മഹാമാരിയുടെ മുമ്പിൽ കീഴടങ്ങില്ല എന്ന ഉറപ്പാണ് LDF. ഒരു മഹാമാരിയുടെയും മുമ്പിൽ കീഴടങ്ങില്ല എന്ന ഉറപ്പ്, അതാണ് LDF. കോവിഡിന് മുമ്പ് നിപ്പ വന്നു. കോവിഡിനേക്കാൾ മാരകമാണ് നിപ്പ. പിടിപെട്ട പിന്നെ രക്ഷപ്പെടുന്ന കാര്യം സംശയം. കോവിഡ് ആണെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. നിപ്പ കോഴിക്കോട്ട് വന്നു, അതിന് പുറത്തേക്ക് എത്തിയില്ല, പിടിച്ചു കെട്ടിയില്ലേ? ലോകബാങ്കും WHO ലോകാരോഗ്യ സംഘടനയും പറഞ്ഞു ലോകത്തിന് പാഠമാണ് എങ്ങനെയാണ് കേരളം നിപ്പ വൈറസിനെ പിടിച്ചു കിട്ടിയത് എന്ന്. ലോകം കേരളത്തിൽ നിന്ന് പഠിക്കണം എന്നാണ് പറഞ്ഞത്. കൊറോണയെ നേരിട്ടതിന് 45 അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് കേരളത്തെ കുറിച്ച് റിപ്പോർട്ടുകൾ, ഫീച്ചറുകൾ എഴുതിയത്. കേരളത്തിലെ മാധ്യമങ്ങളെ അത് പറയാത്തുള്ളൂ. പറഞ്ഞത് ആരൊക്കെയെന്നറിയോ? BBC, അതുപോലെ ദ എക്കോണമിസ്റ്റ്, ഗാർഡിയൻ, ഇൻഡിപെൻഡന്റ്, ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ്, ഹഫിംഗ്ടൺ പോസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? 45 അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ലോകം മുഴുവൻ കേരളത്തെ കുറിച്ച് പറഞ്ഞു. ശൈലജ ടീച്ചർ ആരായി മാറി? താരമായി മാറി ലോകത്ത്. മുല്ലപ്പള്ളിക്ക് സഹിച്ചില്ല, എന്നിട്ട് പറഞ്ഞു റോക്ക് സ്റ്റാർ എന്ന് ഗാർഡിയൻ പത്രം ശൈലജ ടീച്ചറെ വിശേഷിപ്പിച്ചു. റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞാൽ കിഡു എന്നൊക്കെ പറയും, ഏറെക്കുറെ അങ്ങനെ പറയാം. മുല്ലപ്പള്ളി പറഞ്ഞു റോക്ക് ഡാൻസർ എന്ന്, അല്ലേ? ശൈലജ ടീച്ചറെ വിളിച്ചു. നിപ്പയെയും കൊറോണയെയും പിടിച്ചു കെട്ടാൻ നേതൃത്വം കൊടുത്ത കേരളത്തിലെ സർക്കാരിന്റെ ആരോഗ്യമന്ത്രി എന്താ മുല്ലപ്പള്ളി വിളിച്ചെന്നറിയോ? നിപ്പ രാജകുമാരി, കോവിഡ് റാണി.
എത്ര നികൃഷ്ടമായ ഭാഷയിലാണ് ഒരു ലോകമാദരിച്ച ഒരു മന്ത്രിയെ, വനിതാ മന്ത്രിയെ അവഹേളിച്ചത്. അതാ പറഞ്ഞത്. അപ്പോ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മഹാമാരിയുടെ മുമ്പിലും കീഴ്പ്പെടില്ല എന്നുറപ്പാണ്. അതിനു മുമ്പ് മഹാപ്രളയം വന്നു. നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ പ്രളയം 2018 കേരളം അക്ഷരാർത്ഥത്തിൽ മുങ്ങിയില്ലേ? ഞാൻ ആ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരു മാസത്തോടെ പോയി പ്രവർത്തിച്ചിരുന്നു. അപ്പോ താമസിച്ചത് ഒഴിഞ്ഞിടക്കുന്നൊരു വീട്ടിലാണ്. വീട്ടുകാരൻ വിദേശത്താണ്, നമ്മുടെ പാർട്ടിയുടെ ഒരു അനുഭാവിയാണ്. ഒഴിഞ്ഞിടക്കണോണ്ട് അത് പാർട്ടിക്ക് കൊടുത്തു, നിങ്ങൾ ഇലക്ഷന് വേണ്ടിയിട്ട് ആരെങ്കിലും താമസിപ്പിക്കാണ്ടെങ്കിൽ താമസിപ്പിച്ചോളൂ. ഞങ്ങൾ 2-3 ആള്, ഞാൻ സഖാവ് ചന്ദ്രൻ പിള്ളാക്കെ കൂടി അവിടെ താമസിക്കുകയാണ്. അപ്പൊ പമ്പയോട് ചേർന്നിട്ടാ വീട്. ഞാൻ കിടക്കണ മുറിയിൽ നിന്ന് ജനലുകൾ തുറന്നാൽ പമ്പ ഇങ്ങനെ ഒഴുകണം, ഇങ്ങനെ കാണാം. അത്ര അടുത്താ. ഒരു കടവുണ്ട്, വേണമെങ്കിൽ പോയി കുളിക്കാന്ന് പറഞ്ഞു. പിന്നീട് അറിഞ്ഞത് ആ വീടിന്റെ പിന്നീട് 2 വീടിന്റെയും കൂടി ഉയരത്തിൽ കൂടെ വെള്ളം പോയെന്ന്. മുങ്ങിപ്പോയി അക്ഷരാർത്ഥത്തിൽ. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നൊരു വത്സലാദേവി ടീച്ചറുണ്ട്. അതിന്റെ അടുത്തൊരു വീട്ടിലെ, അവരുടെ വീട്ടിലെ ഭക്ഷണം, ഒരു മാസം അവിടുന്ന് ഭക്ഷണം കഴിച്ച്. ആ സമയത്ത് ടീച്ചറെ വിളിച്ച് ഫോൺ കിട്ടുന്നേയില്ല. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ആണ് കിട്ടിയത്. പേടിച്ചുപോയി. അപ്പൊ അവര് പറഞ്ഞു 6 ദിവസം തട്ടിന്റെ മുള്ളാവളം വരെ വെള്ളം കയറി. 6 ദിവസം അവിടെ കഴിഞ്ഞ്. അങ്ങനെ കേരളം മുങ്ങി. അങ്ങനെ കേരളം മുങ്ങിയപ്പോ പതറാതെ കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ച ഒരു സർക്കാരും ആ സർക്കാരിന്റെ മുഖ്യമന്ത്രിയും ആണ് പിണറായി വിജയൻ. ഏതാ കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് പതറിയില്ല. അവിടെ നിന്ന് കേരളത്തെ കൈപിടിച്ച് കയറ്റി. കേരള ബദൽ എന്ന് പറഞ്ഞാൽ അതൊരു ജനകീയ ബദല. രക്ഷാപ്രവർത്തനത്തിൽ വരാൻ ജനകീയ ബദലുണ്ടായി. എയർഫോഴ്സും സൈന്യവും നാവികസേനയും വരാൻ കാത്തു നിൽക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു അറിയോ? മത്സ്യത്തൊഴിലാളികളെ വിളിച്ചു പിണറായി. മത്സ്യത്തൊഴിലാളികൾ കൂട്ടത്തോടെ ബോട്ട് വിട്ടു വന്നു. ബോട്ടിന് നിറച്ചടിക്കാൻ, ഡീസൽ അടിക്കാനുള്ള പൈസ കൊടുത്തു. ഈ പൈസയും വാങ്ങി ഡീസൽ അടിച്ച് മത്സ്യത്തൊഴിലാളികൾ പോയിട്ട് ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ചു കൊണ്ടുവന്നു. മുഖ്യമന്ത്രി പറഞ്ഞു, ഇതാ ഇവരാണ് കേരളത്തിന്റെ സൈന്യം, ഈ മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിന്റെ സൈന്യം എന്ന്. അതാണ് ജനകീയ ബദൽ എന്ന് പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിലെ ജനകീയ ബദലാണ്. കേരളം തകർന്നു, മുങ്ങിപ്പോയി എന്നാണ് വിചാരിച്ചത്. എന്താ BJPക്കാർ RSS ചെയ്തെന്നറിയോ? ഇന്ത്യയിൽ മുഴുവൻ പ്രചരിപ്പിച്ചു. കമ്മികളുടെ, കമ്മി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ്, അതിനെ പരിഹസിച്ച് പറഞ്ഞതാണ്. കമ്മികളുടെ കേരളം കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഏതായാലും BJPക്ക് അവിടെ വരാൻ പറ്റില്ല. ഇനി മൊത്തത്തിൽ മുങ്ങിപ്പോയിക്കോട്ടെ. ആരും സംഭാവന കൊടുക്കരുത്. ഓർമ്മയുണ്ടോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുതെന്ന്. ഒരാളും സംഭാവന കൊടുക്കാൻ പാടില്ല. അതായിരുന്നു പ്രചരിപ്പിച്ചത്. പക്ഷേ ആയിരക്കണക്കിന് കോടി സാധാരണ മനുഷ്യർ സംഭാവന കൊടുത്തു. ഒരു ദിവസത്തെ അവരുടെ കൂലി, അവരുടെ സർവസ്വവും സംഭാവനയായിട്ട് കൊടുത്തു. സർക്കാർ അതിനെ അതിജീവിച്ചു. അടുത്ത കൊല്ലം വീണ്ടും പ്രളയം വന്നു. അതിനെയും കേരളം നേരിട്ടു. എല്ലാ പ്രതിസന്ധികളെയും ചങ്കുറപ്പോടെ നേരിട്ട ഉറപ്പിന്റെ പേരാണ് LDF എന്ന്. ജനങ്ങളുടെ മുമ്പിലുള്ള അനുഭവമാണ്. ഇതൊന്നും ഞങ്ങൾ വെറുതെ പ്രസംഗിക്കുന്നതല്ലോ, ആളുകൾ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞു, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കും, നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ മുഴുവൻ ആധുനികവൽക്കരിക്കും. പലരും പറഞ്ഞു നടന്ന തന്നെ. ഇന്ന് ഈ സർക്കാർ അധികാരമൊഴിയുമ്പോൾ 45,000 ക്ലാസ് മുറികൾ ഡിജിറ്റലായി മാറി. ഇന്ത്യയിൽ മുഴുവൻ സ്കൂളുകളും ഡിജിറ്റലായി മാറി. ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറി. പണ്ടെങ്ങനെ സ്ഥിതി അറിയോ? ഉമ്മൻചാണ്ടി കാലത്ത് അധ്യാപകർ വെക്കേഷൻ കാലത്ത് കുട്ടികളെ പിടുത്തക്കാരായിട്ട് മാറി. വളരെ പണ്ടൊന്നല്ല, 5 കൊല്ലം മുമ്പ് വരെ. ഏപ്രിൽ മെയ് ആയ അധ്യാപകരായിരുന്നു എന്ന് ഡിവിഷൻ ഫോൾ വരാതിരിക്കാൻ കുട്ടികളുടെ എണ്ണം തയ്ക്കണം. അതിന് പിടിയും വലിയാണ്. ഇപ്പോഴോ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, ഇവിടെ തിക്കും തിരക്കുമായി. സർക്കാർ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കുമാണ്. 6,79,000 കുട്ടികൾ കൂടി കേരളത്തിൽ 5 കൊല്ലം കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ. ജനനം നിരക്ക് കൂടിയിട്ടല്ല, പ്രസവം കൂടിയിട്ടല്ല. എങ്ങനെ? അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിപ്പിച്ചിരുന്ന ആള് രക്ഷിതാക്കൾ അതിനൊക്കെ നല്ല വിദ്യാഭ്യാസം ചെലവില്ലാതെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ കുട്ടികളെ എവിടെ കൊണ്ടുവന്ന് ചേർത്തു?
എങ്ങനെയാണ് ക്ലാസ് മുറിയാക്കെ മാറി, ലാപ്ടോപ്പ്, വലിയ സ്ക്രീന്, അല്ലേ, ഫാന്, സൗകര്യങ്ങളായി, ഡിജിറ്റലായി മാറി വിദ്യാഭ്യാസം, ഹൈടെക്കായി മാറി ക്ലാസ് മുറികൾ. അപ്പോ എല്ലാവരും സർക്കാർ സ്കൂളിൽ ചേർക്കാൻ തുടങ്ങി. നമ്മളൊക്കെ പണ്ടേ ചേർത്തതാ. അന്നൊന്നും വാർത്ത ഉണ്ടായില്ല. ഞാൻ എൻ്റെ രണ്ടാമത്തെ മകളെ സർക്കാർ സ്കൂളിൽ ചേർത്തപ്പോ വാർത്ത എന്താ കാരണം അറിയോ? UDFന്റെ ഒരു MLA കൊണ്ട് ചേർത്തു. കാരണം UDF MLAക്ക് ഇപ്പോഴേ വിശ്വാസം വന്നുള്ളൂ, പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ തന്റെ കുട്ടിയെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കാം. കാരണം സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കാം എന്ന് ഉറപ്പാണ് LDF. ആ വിശ്വാസമാണ് LDF ഉണ്ടാക്കിയത്. അപ്പൊ വലിയ സംഭവമായി. ഒരു കോൺഗ്രസ് MLA കൊണ്ടുവന്ന് കുട്ടിയെ സർക്കാർ സ്കൂളിൽ ചേർക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായി. അപ്പൊ വലിയ വാർത്തയായി. കോൺഗ്രസിന്റെ MLAക്ക് പോലും ഇപ്പോഴാണ് ധൈര്യം വന്നത്. ഇപ്പോഴാണ് ധൈര്യം വന്നത്. അപ്പോ വിദ്യാഭ്യാസ മേഖല അങ്ങനെയാണ് മാറിയത്. ഓരോ മേഖലയും നിങ്ങൾ എടുക്കൂ. ആ പൊതുമേഖല ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ ഒക്കെ നഷ്ടത്തിലുള്ളതൊക്കെ പൂട്ടി. മോഡി നഷ്ടത്തിലുള്ളതെല്ലാം പൂട്ടി, ലാഭത്തിലുള്ളതെല്ലാം വിൽക്കണെല്ലാം. നമ്മുടെ BML എന്നുണ്ട്, പാലക്കാട്ടുന്നുണ്ട്, ഉണ്ടായ പിന്നെ എന്നേ വരെ ലാഭം ഉണ്ടാക്കിയതാണ്. വിൽക്കണ് മോഡി. റെയിൽവേ കഷ്ണമായിട്ടാണ് വിൽക്കുന്നത്. എയർ ഇന്ത്യ കേട്ടിട്ടുണ്ടോ? എയർ ഇന്ത്യ വിൽക്കാണ്. LIC ഏജന്റുമാരായിട്ട് ലക്ഷക്കണക്കിന് ആളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരൊക്കെ കാര്യം കുത്തുവാളെടുക്കാൻ പോവാണ്. കാരണം LIC വിൽക്കാൻ തീരുമാനിച്ചു. 5 കോടി റുപ്യാണ് തുടങ്ങുമ്പോൾ സർക്കാരിന് മുടക്ക്. ഇന്ന് LICയുടെ ആസ്തി 32 ലക്ഷം കോടി രൂപയാണ്. ആ വലിയ സ്വത്താണ് വിൽക്കുന്നത് അംബാനിക്ക്. നാട് മുഴുവൻ അംബാനിക്കും അദാനിക്കും വിൽക്കാണ്. BPCL വിൽക്കാണ്, HPCL വിൽക്കാണ്. അപ്പൊ ലാഭമുള്ളതെല്ലാം വിൽക്കുക, നഷ്ടമുള്ളതെല്ലാം പൂട്ടുക. UDFന്റെ കാലത്ത് എല്ലാം നഷ്ടത്തിലാക്കുക, എന്നിട്ട് പൂട്ടുക. പിണറായി വിജയൻ വന്നപ്പോ അതിനു മുമ്പ് 102 കോടി നഷ്ടമായിരുന്നു പൊതുമേഖലയ്ക്ക് എല്ലാം കൂടി. എങ്കിൽ 5 കൊല്ലം കൊണ്ട് 213 കോടി ആ നഷ്ടം കഴിഞ്ഞ് ലാഭത്തിലായി. ഇന്ദ്രജാലം കൊണ്ടല്ല, ഈ ബദൽ നയം നടപ്പാക്കിയപ്പോഴാണ് 213 കോടി ലാഭമാണ്. ഒരു ഉദാഹരണം പറയാം. KSDP ആലപ്പുഴയിലെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൂട്ടിയതാണ്. പിണറായി വിജയൻ വന്ന് തുറന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ 100 കോടി വിറ്റുവരവ്, 100 കോടിയുടെ വിറ്റുവരവ് കഴിഞ്ഞ ദിവസം TV-യിൽ ഉണ്ടായിരുന്നു ഗംഭീരമായിട്ട്. എങ്ങനെയാണ് പൊതുമേഖലാ സ്ഥാപനം മാറിയത്? കൊറോണ വന്നപ്പോ സാനിറ്റൈസർ ഉൽപ്പാദിപ്പിക്കണം. സർക്കാർ ആരോടാ പറഞ്ഞറിയോ? KSDP-യോട് പറഞ്ഞു സാനിറ്റൈസർ എത്തിക്കാൻ. 50 ലക്ഷം ലിറ്റർ സാനിറ്റൈസർ മിതമായ വിലയ്ക്ക് വിപണിയിൽ എത്തിച്ചു. അല്ലെങ്കിൽ സാനിറ്റൈസറിന്റെ വില പിടിച്ചാൽ കിട്ടില്ലായിരുന്നു. ആദ്യം വലിയ വലിയ കുപ്പിയിലാണ് എത്തിച്ചത്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ചില ബിരുദന്മാർ മനസ്സിലാക്കി ഇതുകൊണ്ട് വേറൊരു ഉപയോഗം ഉണ്ട് എന്ന്. വലിയ കുപ്പിയില സാനിറ്റൈസർ. സാനിറ്റൈസർ എത്ര ഉണ്ടാക്കിയാലും അപ്പൊ വിറ്റ് തീരാണ്. എത്ര ഉത്പാദിപ്പിച്ചാലും തികയില്ല. അപ്പൊ മനസ്സിലായി ഇത് കയ്യിൽ തേക്കാനല്ല ഉപയോഗിക്കുന്നത്, സേവിക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പൊ ചിലതിന് ന്യായം പറഞ്ഞു, ഇത് കുറച്ചിനെ കുറിച്ചാൽ പിന്നെ കൊറോണയെ വരില്ല. അത് ശരിയാ, കൊറോണയെ വരില്ല, ആളെന്നെ ബാക്കി ഉണ്ടാവില്ല. അതാണ്. അപ്പൊ KSDP പറഞ്ഞു ഈ ഒരു പണി ചെയ്താൽ മതി, വലിയ കുപ്പി ആയതുകൊണ്ടാണ് ഈ കുഴപ്പം, അതുകൊണ്ട് ചെറിയ കുപ്പി എത്തി. അങ്ങനെയാണ് ഇപ്പൊ സാനിറ്റൈസർ ചെറിയ കുപ്പിയിൽ വിലക്കിയത്. KSDP 50 ലക്ഷം ലിറ്ററാണ് ഉണ്ടാക്കിയത്. പൊതുമേഖലാ സ്ഥാപനം ഉണ്ടെങ്കിലുള്ള ഗുണമാണ്. പൊതുമേഖലയെ വളർത്തി. മോദിയോ പൊതുമേഖലയെ തളർത്തി എന്നല്ല, കൊന്നു. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലാൻ നട്ടിട്ടില്ലേ? അതാണ് മോദി ചെയ്യുന്നത്. ഇവിടെ പൊതുമേഖലയെ ലാഭത്തിലാക്കി, പുനരുദ്ധരിച്ചു, പൂട്ടിയത് തുറന്നു. അതാണ് ബദൽ നയം. അപ്പൊ LDF എന്ന് പറഞ്ഞാൽ പൊതുമേഖല സംരക്ഷിക്കും എന്ന ഉറപ്പാണ്. ചെയ്ത് കാണിച്ച കാര്യം ഞാൻ പറഞ്ഞത്. ഇനി ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതെല്ലാം കേരളത്തിൽ LDF സർക്കാർ ചെയ്ത കാര്യങ്ങളാണ്. ഈ നേട്ടം അനുഭവിച്ചവരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. ഇത് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. ആ ജനങ്ങളോടാണ് LDF-നെ കുറിച്ച് അപവാദം പറയുന്നത്. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ തുടങ്ങിയതാണ് സ്വർണ്ണക്കടത്തെന്നും പറഞ്ഞിട്ട്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നെ പോയി.
എന്തൊക്കെ പറഞ്ഞിരുന്നു? വല്ല ഓർമ്മയൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല, കാരണം ഇത് ഓർത്തു വെക്കേണ്ട കാര്യമില്ല. ഞങ്ങളെപ്പോലുള്ള ആളുകൾ എല്ലാ ദിവസവും വൈകുന്നേരം ടി വി പോയിട്ട് യുദ്ധം ചെയ്യുക, അപ്പൊ ഇത് മുഴുവൻ ഓർത്തു വെക്കണം. കുറെ കാലം നമ്മൾ മറുപടി പറഞ്ഞ എന്തിനറിയോ? ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞിട്ടാണ്. ഇല്ല, പിന്നെ കുറെ കാലം ഈന്തപ്പഴത്തിന്റെ കുരുവില് സ്വർണം കടത്തിയിട്ടുണ്ടായി. ഓർക്കേണ്ടത്, ഈന്തപ്പഴത്തിന്റെ മറവിൽ സ്വർണം കടത്തി. എന്തെല്ലാം അപവാദമാണ് പറഞ്ഞുണ്ടാക്കിയത്, എന്തെല്ലാം അപവാദം. എന്നിട്ട് കേന്ദ്രത്തിലെ സകല ഏജൻസികളെയും കൂടി രംഗത്തിറക്കി. ED എന്ന് പറഞ്ഞിട്ട് കുറെ റൗഡികൾ ഇറങ്ങി, പിന്നെ CBI, പിന്നെ കസ്റ്റംസ്, NIA എല്ലാവരും കൂടി ഇറങ്ങി. എന്നിട്ട് പോയിട്ട് സകല ബേക്കറിയിലും പോയിട്ട് നോക്കിത്ര ഈന്തപ്പഴത്തിൽ സ്വർണ്ണുണ്ടോ. ഇപ്പോ നിങ്ങൾ ഖുറാന്റെ പേരിലുള്ള സ്വർണ്ണക്കടത്തിനെ കുറിച്ച് വല്ലതും കേൾക്കുന്നുണ്ടോ? ഈന്തപ്പഴത്തിന്റെ പേരിലുള്ള സ്വർണ്ണക്കടത്തിനെ കുറിച്ച് വല്ലതും കേൾക്കുന്നുണ്ടോ? അതെല്ലാം എവിടെ പോയി? ആവിയായി പോയോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ അതൊക്കെ ആയിരുന്നു. ഖുറാൻ, ഈന്തപ്പഴം, ഇതൊക്കെ ആയിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുഖമടച്ച് ജനങ്ങളുടെ മുന്നിൽ കിട്ടിയപ്പോ അതെല്ലാം അവിടെ ഓടി. ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോ വീണ്ടും ഓടിയടത്തുനിന്ന് തിരിച്ചു വരികയാണ്, വേറെ ഓരോന്ന് പറഞ്ഞിട്ട്. എന്തായിരുന്നു ടിവിയും പത്രവും തുറന്നാൽ ഓരോ ദിവസം? അന്ന് ഓർമ്മ ഉണ്ടോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് കുരുക്കുമുറുകുന്നു എന്നാണ്, അല്ലെ? ഏറ്റവും കൂടുതൽ പത്രത്തിലും ടിവിയിലും കണ്ട വാക്ക് ഏതാണെന്നറിയോ? കുരുക്കുമുറുകുന്നു. എന്റെ മോളൊക്കെ തന്നെ വീട്ടിലെന്തെങ്കിലും ഉണ്ടായ പറയുന്നറിയോ? അച്ഛാ കുരുക്കുമുറുകുന്നു. ഞാൻ എവിടുന്നാടി നിനക്ക് ഈ പേര് വാക്ക് കിട്ടി? അതല്ല ടിവിയിലും പേപ്പറിലും എന്നും പറയുന്നത് എന്നാണ്. ഒരു ദിവസം ജലീലിന് കുരുക്കുമുറുകുന്നു. കുറെ ദിവസം ജലീലിന് ഇങ്ങനെ കുരുക്കുമുറുക്കി. പിന്നെ പറഞ്ഞു പിണറായി വിജയന് കുരുക്കുമുറുകുന്നു. പിന്നെ അത് വിട്ടു. പിന്നെ പറഞ്ഞു CM രവീന്ദ്രന് കുരുക്കുമുറുകുന്നു. പിന്നെ പറഞ്ഞു ശ്രീരാമകൃഷ്ണന് കുരുക്കുമുറുകുന്നു. ഇവരിങ്ങനെ കുരുക്കുമുറുക്കിക്കൊണ്ടിരുന്നു. രാത്രി 8 മണിയായ ഒരു അവതാരകനും 4-5 ആളും കൂടി ഇരുന്ന് മുറുക്കാൻ തുടങ്ങി. മുറുക്കി 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 ഇവരുടെയൊക്കെ കയ്യിൽ തഴമ്പ് വന്നു. 5-6 മാസം മുറുക്കണതേ. LDF ഗവൺമെന്റ് എന്താ ചെയ്തെന്നറിയോ? ഇവര് കുരുക്ക് മുറുക്കിക്കൊണ്ടിരുന്നപ്പോ LDF സർക്കാർ കുരുക്കഴിച്ചു. എവിടത്തെ അറിയോ? വൈറ്റിലേലും കുണ്ടന്നൂരിലെയും 2 മേൽപ്പാലം ഉണ്ടാക്കിയിട്ട് ഗതാഗത കുരുക്കം കഴിച്ചു. 182 കോടിയുടെ 2 പാലം, 2 വൻ പാലം ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് വരുമ്പോ വൈറ്റിലെ ജംഗ്ഷനിൽ ഒരു വലിയ ബോർഡ്, പിണറായി വിജയന്റെ, തോമസ് ഐസക്കിന്റെ, സുധാകരന്റെ ചിത്രം. അതിലാകെ ഒറ്റ വരയുള്ളൂ, കുരുക്കഴിയുന്നു എന്നാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ശരിയാണ്, ഇവർ കുരുക്ക് മുറുക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ കുരുക്കഴിക്കായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാജഗോപാൽ പറഞ്ഞു, BJPയുടെ നേതാവ്, 90 വയസ്സുള്ളതുകൊണ്ട് അതിന്റെ ഒരു വകതിരിവ് അദ്ദേഹത്തിനുണ്ട്. ആദരണീയനായിട്ടുള്ള ശ്രീ രാജഗോപാൽ പറഞ്ഞു, എല്ലാവരും സ്വർണ്ണക്കടത്തിന്റെയും സ്വപ്നയുടെയും പിന്നാലെ പോയി, പിണറായി വിജയൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല, വികസനത്തിന്റെ കൂടെ പോയി ജനങ്ങളുടെ ഊട്ടിയിരുന്നു അല്ലെ? പറഞ്ഞില്ലേ? രാജഗോപാലിന് വരെ മനസ്സിലായി. അതാണ്. മാത്രമല്ല പാലാരിവട്ടം പാലം ഓർമ്മയുണ്ടാവും. പഴയൊരു സിനിമ ഉണ്ട്, പഞ്ചവടി പാലം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, TV-യിൽ കണ്ടിട്ടുണ്ട്. അസാധ്യ സിനിമയാണ്. നമ്മുടെ ഭരത് ഗോപിയൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ. പാലം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തിരിഞ്ഞപ്പോഴേക്കും പാലം പൊളിഞ്ഞു വീഴുന്നതാണ്. പഞ്ചവടി പാലം. പഴയ മലയാള ഹാസ്യ സിനിമ യാഥാർത്ഥ്യമായി മാറിയത് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ്. അതാണ് പാലാരിവട്ടം പാലം. പാരഡിയൊക്കെ യാഥാർത്ഥ്യമായി മാറിയ കാലാണ്. പഞ്ചവടിപ്പാലം സിനിമയുടെ പാരഡിയാണ് ഇത്, പാലാരിവട്ടം പാലം. ഇബ്രാഹിം കുഞ്ഞും ഉമ്മൻചാണ്ടിയും കൂടി ഉണ്ടാക്കിയ പാലം പൊളിഞ്ഞു വീണു. LDF ഗവൺമെന്റ് വന്നു, റെക്കോർഡ് സമയത്ത് പാലം പുതുക്കി പണിത് തുറന്നു കൊടുത്തു ജനത്തിന്, അല്ലേ? അപ്പൊ എന്താണ് LDF എന്ന് പറഞ്ഞാൽ? LDF എന്ന് പറഞ്ഞാൽ പണിത പാലം പൊളിയില്ല എന്ന ഉറപ്പാണ് LDF. അതാണ് ശങ്കർ സിമന്റിന്റെ ഉറപ്പല്ല, അതിനൊക്കെ വലിയ ഉറപ്പാണ്. പണിത പാലം പൊളിയില്ല എന്നുറപ്പ്. അതാണ് LDF. ഓരോ കാര്യവും നോക്കൂ. ആ LDF സർക്കാരിനെതിരായിട്ട് 4 കൊല്ലം ഒന്നും പറയാൻ കഴിയാതിരുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അവസാന വർഷം നുണകളുടെയും കള്ളക്കഥകളുടെയും അപവാദങ്ങളുടെയും പെരുമഴ സൃഷ്ടിക്കാൻ എന്തും വിളിച്ചു പറയാന്നുള്ളതാണ്. എന്തും വിളിച്ചു പറയാം.
അപമാനിക്കാം. ഇപ്പൊ അവസാനം സ്വപ്നയുടെ ഒരു മൊഴി എന്നും പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഈ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കും നിങ്ങൾ കരുതുന്നുണ്ട്? പിണറായി വിജയനെ പോലെ ഒരാൾ ഈ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുമെന്ന്? ആ സ്ത്രീയെ 8 തവണ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ പറയാത്ത കാര്യം 9ാമത്തെ തവണ പറഞ്ഞു എന്നാണ്. എന്താണ് കേസിന്റെ സ്ഥിതി? ആരാ കേസ് ഈ ഏജൻസി വരട്ടെ എന്ന് പറഞ്ഞത്? നിങ്ങൾ ഏത് ഏജൻസി വെച്ചാൽ അന്വേഷിച്ചോ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. മോദിയോട് പറഞ്ഞു, നിങ്ങൾ ഏത് ഏജൻസിയെ വെച്ചാൽ ആണെങ്കിൽ അന്വേഷിക്കൂ, വസ്തുത പുറത്തു വരണം. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏജൻസി അന്വേഷിച്ചു. NIA എന്നാണ് ആ ഏജൻസിയുടെ പേര്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞു, ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുത്താൻ ഒന്നുമില്ല. അല്പസ്വല്പം ചില കുഴപ്പമൊക്കെയുള്ള ശിവശങ്കർ പോലും NIAയുടെ കേസിൽ പ്രതിയോ സാക്ഷിയോ അല്ല എന്നോർക്കണം. ഒന്നുമില്ല. ജലീലിന് കുരുക്ക് മുറുക്കും NIA എന്നാണ് പത്രങ്ങൾ പറഞ്ഞത്. ജലീൽ ഉണ്ടോ? ഇല്ല. NIA എല്ലാ കുറ്റപത്രവും സമർപ്പിച്ച് പെട്ടി മടക്കി തിരിച്ചുപോയി. സേതുരാമയ്യർ CBI പോലെ തിരിച്ചുപോയി. ഒക്കെ കഴിക്കും. വല്ലതുണ്ടോ? എന്തെല്ലാം കള്ളങ്ങൾ അവർ പറഞ്ഞത്. സ്വർണ്ണക്കടത്ത് പിടിച്ച ദിവസം BJPയുടെ പ്രസിഡന്റ് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു. അതിന്റെ അടുത്ത ദിവസം ഈ പിടിച്ച ഉദ്യോഗസ്ഥൻ ജോയിന്റ് കമ്മീഷണർ അനീഷ് രാജ് എന്ന് പറയുന്ന കസ്റ്റംസ് ഓഫീസർ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല. നേരെ നാഗ്പൂരിലേക്ക് തട്ടി ട്രാൻസ്ഫർ ചെയ്തു. പിടിച്ച സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്, അനേക അവാർഡ് കിട്ടിയ ഉദ്യോഗസ്ഥനാണ്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഉദ്യോഗസ്ഥരെ മുഴുവൻ സ്ഥലം മാറ്റി. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കേസിൽപ്പെടുത്തണമെന്ന നിർദ്ദേശം കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് കൊടുത്തു. സത്യസന്ധരായ ഉദ്യോഗസ്ഥർ പറഞ്ഞ് നിയമപ്രകാരം പ്രവർത്തിക്കാൻ പറ്റൂ, കള്ളക്കേസെടുക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞവരെയൊക്കെ സ്ഥലം മാറ്റി. എന്നിട്ട് പോലും ഇതുവരെ ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും നാടകം ഉണ്ടാക്കുകയാണ്. ഈ സർക്കാരിനെ എങ്ങനെയും പരാജയപ്പെടുത്തണം, തകർക്കണം എന്നതാണ് ലക്ഷ്യം. നേരായ വഴിക്ക് പറ്റില്ല, നേരായ വഴിക്ക് പറ്റില്ല. പിന്നെ വേറൊരു മാർഗം, കോൺഗ്രസിന് എതിരെ BJP പ്രയോഗിക്കുന്ന ഒരു മാർഗമുണ്ട് ഇന്ത്യയിലാകെ. എന്താണെന്നറിയോ? വിലയ്ക്ക് വാങ്ങാം. എന്നാൽ BJPക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്ന ഉറപ്പാണ് LDF. മനസ്സിലായോ? ഉറപ്പാണ് LDFന്റെ ഒരാളെ വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോഴോ കള്ളക്കേസിൽപ്പെടുത്തുക, ഇങ്ങനെ വേട്ടയാടുക, ജനങ്ങളുടെ ഇടയിൽ മോശം അഭിപ്രായം ഉണ്ടാക്കുക, അവമതിപ്പുണ്ടാക്കുക, കള്ളക്കഥകൾ പറഞ്ഞിട്ട് നാളെ ഇതെല്ലാം പൊളിയുന്നവർക്കറിയാം. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ അവമാനിക്കുക. നാളെ ഇതെല്ലാം സത്യം പുറത്തു വരും. പക്ഷെ തൽക്കാലം ആളുകളെ അപമാനിക്കാമല്ലോ. അതാണ് ശ്രമം നടത്തുന്നത്. LDFന് ഇങ്ങനെയല്ലാതെ നേരിടാൻ പറ്റില്ല എന്നറിയാം. ബാക്കിയുള്ളവർ കോൺഗ്രസ് ആണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ കളിച്ചാൽ മതി. വിലയ്ക്ക് വാങ്ങാം. പോണ്ടിച്ചേരിയിൽ കണ്ടോ? പോണ്ടിച്ചേരിയിൽ BJP ഉണ്ടായിരുന്നില്ല, കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. BJP ഇപ്പം ഉണ്ടായി, കാരണം കോൺഗ്രസുകാരൊക്കെ BJP ആയി. കർണാടകയിൽ 15 കോൺഗ്രസ് MLAമാർ രാജിവെച്ച് BJP ആയി. ഗോവയിൽ 7 കോൺഗ്രസ് MLAമാർ രാജിവെച്ച് BJPയുടെ ഗവൺമെന്റ് ഉണ്ടാക്കി. മധ്യപ്രദേശിൽ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്ത ജനം വിഡ്ഢികളായി, കോൺഗ്രസുകാർ മുഴുവൻ കാലുമാറി BJP ആയി, BJP ഗവൺമെന്റ് ഉണ്ടാക്കി. മണിപ്പൂരിൽ കോൺഗ്രസ് മാറി BJP ആയി, ഗവൺമെന്റ് ഉണ്ടാക്കി. അരുണാചൽ പ്രദേശിൽ 31 കോൺഗ്രസ് MLAമാർ രാത്രി ഉറങ്ങാൻ കിടന്നത് കോൺഗ്രസ് ആയിട്ട്, രാവിലെ എണീറ്റത് BJP ആയിട്ട്. അവര് BJPയുടെ ഗവൺമെന്റ് ഉണ്ടാക്കി. ഇതാണ് എല്ലായിടത്തും നടക്കുന്നത്. കാശ് കൊടുത്ത് വാങ്ങാണ് കോൺഗ്രസിന്റെ MLAമാരെ. ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അറിയോ? നിങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചോളണം കേട്ടോ, ഈ തെരഞ്ഞെടുപ്പില് ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ BJP. കെ സുധാകരൻ പറഞ്ഞില്ലേ, ജയിപ്പിച്ചില്ലെങ്കിൽ BJP പോകുന്നു. ബ്ലാക്ക് മെയിൽ എന്നാണ് ഇതിന് പറയാ. ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ BJP പോകും. കേട്ടാ തോന്നും ജയിപ്പിച്ചാ പോവില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണ് കേട്ടാ തോന്നുന്നത്. പോണ്ടിച്ചേരിയിൽ ജയിപ്പിച്ചവരല്ലേ പോയത്, മധ്യപ്രദേശിൽ ജയിപ്പിച്ച ആൾക്കാരല്ലേ പോയത്. ജ്യോതിരാജാദിത്യ സിന്ധ്യ എന്റെ വലിയ ചങ്ങായിരുന്നു പാർലമെന്റിൽ. ചില്ലറക്കാരനല്ല, കോൺഗ്രസിലെ നമ്പർ 2 ആയിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ. രാജാവാ, ഗോളിയോർ രാജാവാ. അതും വലിയ രാജകുടുംബമാണ്. ഗോളിയോർ രാജകുടുംബത്തിലെ എന്താ പറയാ ഇളമുറ തമ്പുരാനാണ് ജ്യോതിരാജാദിത്യ സിന്ധ്യ. പ്രമാണിയായ കോൺഗ്രസ് നേതാവാണ്. അച്ഛനും കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്ന ആളാണ്. BJPനായി ജയിപ്പിച്ചോടത്താണ് പോയത്. മണിപ്പൂരിൽ കോൺഗ്രസ് ജയിച്ചു, അതല്ലേ BJP ചെയ്ത്. ഗോവയിൽ ജയിച്ച കോൺഗ്രസ് അല്ലേ BJP ചെയ്ത്. അരുണാചൽ പ്രദേശിൽ ജയിച്ച കോൺഗ്രസ് അല്ലേ BJP ചെയ്ത്.
അപ്പോ ഇവര് പറയാണ് ഞങ്ങൾ ജയിപ്പിച്ചില്ലെങ്കിൽ ബി ജെ പി ആവും. ജയിപ്പിച്ചില്ലെങ്കിൽ ബി ജെ പി ആവും, ജയിച്ചാൽ ബി ജെ പി വാങ്ങും. ജയിപ്പിച്ചില്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോവും, ജയിച്ചാൽ ബി ജെ പി വാങ്ങും. അപ്പൊ ബി ജെ പിയിലേക്ക് പോകുന്നതിന്റെയും ബി ജെ പി വാങ്ങുന്നതിന്റെയും മധ്യത്തിലാണ് ആര് നിൽക്കുന്നത്? കോൺഗ്രസ് നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന് തുറന്നു പറഞ്ഞു, ജയിക്കച്ച വെറുതെ ജയിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ, ഒരു 3-2 ഭൂരിപക്ഷത്തിന് ജയിക്കണം, അല്ലെങ്കിൽ ബി ജെ പി വാങ്ങിക്കളയും എന്ന്. ഏത് പല 5 സീറ്റിന്റെ ഭൂരിപക്ഷം വിളിച്ചാൽ ബി ജെ പി അവരെ വിലക്ക് വാങ്ങുന്നു. ആരാ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി പാവം എന്തൊക്കെയാണ് ഈ കോൺഗ്രസ്സുകാരെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അറിയാം. ഇങ്ങനെ അടിമപ്പണി ചെയ്യിപ്പിക്കാൻ പറ്റും. കേരളത്തിലും കൊണ്ടുവന്നു, നേരെ അറബിക്കടലിലേക്ക് കൊണ്ടുപോയി ചാടിക്കുറഞ്ഞു. കണ്ടോ ചാടുന്നത്? ഒറ്റച്ചാട്ടം അല്ലെ? അവിടുന്ന് വെളിച്ചിൽ കയറ്റി നേരെ കൊണ്ടുപോയിട്ട് കന്യാകുമാരി ഇറക്കി. എന്നിട്ട് ഒന്ന് പുഷപ്പ് എടുക്കാൻ പറഞ്ഞു. ഇല്ലറ അധ്വാനം നിങ്ങൾ വിചാരിച്ച് പുഷപ്പ് എടുക്കാൻ നടക്കില്ലേ? അല്ല, അവിടെ ചാടാൻ സമ്മതിച്ചില്ല. ചാടിയ പിന്നെ പൊങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ പുഷപ്പ് എടുക്കുക. അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന ഒരു പാവ സാധുര്യം കൊണ്ട് നാട്ടിൽ മുഴുവൻ നടന്നിട്ട് പിന്നെ സേലത്തിന് കൊണ്ടുപോയിട്ട് ബിരിയാണി വെക്കാൻ പറഞ്ഞു. കണ്ടില്ലേ നിങ്ങള്? ഇങ്ങനെ അപമാനിക്കാം ഒരു പാർട്ടിയുടെ നേതാവിനെ ഈ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നിട്ട് ബിരിയാണി എത്തിക്കുക, കഷ്ണം നോക്കിക്കുക. ഇവർക്ക് വേണ്ടിയിട്ട്, വീട്ടിൽ ചെയ്യാത്ത വിരോധമില്ല, ഇവർക്ക് വേണ്ടിയിട്ടല്ലേ കടലിൽ ചാടിക്കുക, മീൻ പിടിക്കുക, പിന്നെ പുഷപ്പ് എടുപ്പിക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താ അറിയോ? കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്നത്, ഞങ്ങള് ഈ വയനാട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ നിങ്ങൾ MP ഇട്ടില്ലാണ്ട് പറഞ്ഞത് കേട്ടോളെന്നാണ്. രാഹുൽ ഗാന്ധി രാജ്യത്ത് മുഴുവൻ നടന്ന് പറഞ്ഞ എന്താ അറിയോ? മോദി കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് BJP അല്ലാത്ത സർക്കാരുകളെ വേട്ടയാടുന്നു. ED-യെയും CBI-യെയും ഉപയോഗിച്ച് കേരളത്തിൽ വന്നപ്പോ പറയാണ്, എന്താണ് പിണറായി വിജയനെ വേട്ടയാടുന്നതിന് ഉശിരി പോരല്ലോ എന്ന്. ബാക്കിയുള്ളവർക്കൊക്കെ വേട്ടയാടുന്നു എന്ന് പരാതി, ഇവിടെ വേട്ടയാടുന്നത് പോരാ എന്ന ആക്ഷേപം. ഇതിനാണ് അവസരവാദം എന്ന് പറയാ. ഞാൻ നീട്ടുന്നില്ല. 6 മാസം 24x7 24 മണിക്കൂർ ആഴ്ചയിൽ 7 ദിവസം ഇടതടവില്ലാതെ ഇടതുപക്ഷത്തിനെതിരെ കോൺഗ്രസും BJP-യും മാധ്യമങ്ങൾ ഒന്നടങ്കവും കള്ളക്കഥകളുടെ പരമ്പര തീർത്തപ്പോ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടി. 6 കോർപ്പറേഷനിൽ 5ഉം LDF, 14 ജില്ലാ പഞ്ചായത്തിൽ 11ഉം LDF, 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 112ഉം LDF, 941 ഗ്രാമപഞ്ചായത്തിൽ 577ഉം LDF. അല്ലെ? ഇങ്ങനെ ആക്രമിച്ചപ്പോ ജനം അങ്ങനെയാണ് പ്രതികരിച്ചത്. ഇതാ വീണ്ടും ഈ അപവാദങ്ങളുമായിട്ട് വരുന്ന കോൺഗ്രസിനും BJP-ക്കും കനത്ത തിരിച്ചടിയായിരിക്കും കേരളത്തിലെ ജനങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധി മാത്രമേ കടലിൽ ചാടിയുള്ളൂ. സഖാവ് കാനം രാജേന്ദ്രൻ പറഞ്ഞതുപോലെ നമ്മൾ മനുഷ്യച്ചങ്ങലടത്തില്ലേ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്, അതുപോലെ കോൺഗ്രസുകാർ, അവശേഷിച്ച കോൺഗ്രസുകാർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കടൽ തീരത്ത് വരിയായി നിന്ന് ഓരോരുത്തരായിട്ട് ചാടേണ്ടി വരും. പ്ലും 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 എന്നുള്ള ശബ്ദം ഇങ്ങനെ കേൾക്കാം. കാരണം കോൺഗ്രസുകാർ കടലിൽ ചാടുന്നുണ്ട്. അവിടേക്കാണ് കോൺഗ്രസ് പോകുന്നത്. നല്ല പ്രതീകാത്മകമായിട്ടുള്ള തുടക്കമാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്. കടലിൽ ചാടി ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധി. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്തത് കടലിൽ ചാടിയിട്ട്. സാധാരണ റാലി നടത്തിയിട്ടൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യുക. തമിഴ്നാട്ടിൽ ബിരിയാണി വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും ജയിച്ചിട്ടൊരു ബിരിയാണി വെക്കാനുള്ള യോഗം കോൺഗ്രസിന് ഉണ്ടാവില്ല. അപ്പൊ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബിരിയാണി വെക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇതൊരു നിർണായകമായ തെരഞ്ഞെടുപ്പ്. എന്താണെന്നറിയോ? ഇടതുപക്ഷ സർക്കാർ ഇന്ത്യക്കാകെ വഴി കാണിച്ച ബദൽ നയങ്ങളാണ് നടപ്പാക്കിയത്. ഈ ബദലാണ് രാജ്യത്ത് നാളെ വളർന്നു വരേണ്ടത്. ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കലാണ് ഭരണം എന്ന് തെളിയിച്ച ഗവൺമെന്റാണ് സർക്കാർ, കേരളത്തിലെ സർക്കാർ. ക്ഷേമം ഉറപ്പുവരുത്തലാണ് സർക്കാരിന്റെ കടമ എന്ന് തെളിയിച്ച സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുകയും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുകയും ഏത് പ്രതിസന്ധിയുടെ കാലത്തും ഒരു നാടിനെ മുഴുവൻ ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരു സർക്കാർ ഈ നാട്ടിൽ നിലനിൽക്കേണ്ടതും തിരിച്ചധികാരത്തിൽ വരേണ്ടതും രാജ്യത്തിന് മുഴുവൻ ആവശ്യമാണ്, കേരളത്തിന് മാത്രമല്ല. കേരളത്തെ സംബന്ധിച്ചാണെങ്കിലോ കേരളത്തിന്റെ ഭാവി വികസനത്തിന്, വലിയ കുതിപ്പിന് ബലിഷ്ഠമായ ബലവത്തായ ഒരു അടിത്തറ കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് സൃഷ്ടിച്ചു കഴിഞ്ഞു. ഈ ബലവത്തായ അടിത്തറയുടെ മുകളിൽ
നവകേരളത്തിന്റെ മഹാസൗധം നമുക്ക് കെട്ടി ഉയർത്തണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ചയുണ്ടാവണം. അല്ലെങ്കിൽ ഈ അടിത്തറ പൊളിക്കും. ഭരണ തുടർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ മറ്റൊരു വന്നാൽ 1600 പെൻഷൻ കിട്ടുന്നുണ്ട്, ഇറ്റ് കിട്ടുന്നുണ്ട്, LDF കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. ഈ പെൻഷൻ കിട്ടുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോ ഭരണ തുടർച്ച ഉണ്ടാകേണ്ടത് ഈ നാടിന്റെ വികസനവും പുരോഗതിയും ക്ഷേമവും നിലനിൽക്കണമെങ്കിൽ ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സർക്കാരിനെ നിലനിർത്താനും ഭരണ തുടർച്ച ഉറപ്പുവരുത്താനുമുള്ള നിർണായകമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളമാകെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സഖാവ് ജയകൃഷ്ണനെ പോലെ, ചന്ദ്രനെ പോലെ എണ്ണിയാലൊടുങ്ങാത്ത രക്തസാക്ഷികൾ അവരുടെ ജീവനും ജീവിതവും ചോരയും ചിന്തിയാണ് ഈ രക്തപതാകയും ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രവും ഈ നാട്ടിൽ ആർക്കും പിഴുതു കളയാൻ കഴിയാത്ത തരത്തിൽ ഈ നാട്ടിലെ മണ്ണിൽ ആഴത്തിൽ വേരോടാൻ കാരണക്കാർ. അവരുടെ ചോരയുടെ പശിമയുള്ള മണ്ണിലാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം വേരുകൾ ആഴ്ത്തി നിൽക്കുന്നത്. അതുകൊണ്ട് സഖാവ് ജയകൃഷ്ണനെ പോലുള്ള, സഖാവ് ചന്ദ്രനെ പോലുള്ളവരുടെ രക്തസാക്ഷിത്വം പാഴായി പോകാതിരിക്കണമെങ്കിൽ ഈ നിർണായകമായ രാഷ്ട്രീയ സമരത്തിൽ ഇടതുപക്ഷത്തിന്റെ വിജയം സുനിശ്ചിതമാക്കണം. അതിന് ഇനിയുള്ള 29 ദിവസം കൈമെയ് മറന്ന് സമർപ്പിതരായി മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജാഗരൂകരായി ഓരോരുത്തരും ഈ ഇടതുപക്ഷത്തിന്റെ കാവലാളികളായി പ്രവർത്തന രംഗത്തുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. സഹകളെ, നമ്മുടെ AKGയുടെ പേരിലുള്ള പാർട്ടി ഓഫീസിൻ്റെ പ്രവർത്തനം പുരോഗമിച്ചു വരികയാണ്. ആ പാർട്ടി ഓഫീസിൻ്റെ ഉള്ളിൽ